വീണ്ടും ബ്രേക്കിംഗ്. നമുക്ക് നോക്കി വരാം എന്താണ് ബ്രേക്കിംഗ് എന്ന്. ഓക്കെ, റോഷിപാലാണ് ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. നേരിട്ട് നമുക്ക് ചോദിക്കാം. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ് ബ്രേക്കിംഗ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവർ ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് സംസ്ഥാന പോലീസ് ആകെ ആടി ഉലയുകയാണ്. ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ആടി ഉലയുന്നു. അതിനിടയിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാർ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് DGPയെ സമീപിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. DGPയെ നേരിൽ കാണും. ഈ സുജിത് ദാസും PV അൻവർ MLAയും ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും. സുജിത് ദാസ് ഒരു മേലുദ്യോഗസ്ഥനെതിരെ എങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയും? അത് ചട്ടലംഘനമാണ്. അതുകൊണ്ട് സുജിത് ദാസിനെതിരെ നടപടി ADGP MR അജിത് കുമാർ ആവശ്യപ്പെടും. ഇന്നലെ തന്നെ ADGP പരാതി നൽകാൻ പോകുന്നു. DGPക്കാണ് പരാതി നൽകുക. സുജിത് ദാസിനെതിരെയാണ് ADGP പരാതി നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ റോഷിപാൽ, അതിന്റെ അർത്ഥം ഇന്നു തന്നെ തീരുമാനമുണ്ടാവും. SP എന്ന നിലയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നുവെന്നാണ് അല്ലേ റോഷിപാൽ? അരുൺകുമാർ, അതിൽ ഒരു സംശയവുമില്ല. കാരണം ADGP ലോ ആൻഡ് ഓർഡർ ആണ്. ADGP ലോ ആൻഡ് ഓർഡറിനെതിരെ അദ്ദേഹത്തെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പരാമർശങ്ങളുണ്ടായി. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്, ഏറ്റവും വലിയ തെറ്റായി കാണുന്നത്, നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പൊതുസേവകന് ഒരു വ്യക്തിയോട് വിധേയത്വം പുലർത്തുമെന്ന് പരസ്യമായി പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നത്, അത് അഴിമതിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കടുത്ത നടപടി SP സുജിത് ദാസിനെതിരെ ഉണ്ടാകുമെന്ന സൂചനകൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെതടക്കം റിപ്പോർട്ട് ലഭിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. മാത്രവുമല്ല, ഇതിൽ പോലീസിനകത്ത് വലിയ രീതിയിലുള്ള ഉൾപ്പിരിവുകൾ ഉണ്ടായി തുടങ്ങി. ഈ ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെ, ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നുള്ള ചർച്ചകൾ വരുന്നു. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന തരത്തിൽ സംശയങ്ങൾ ഉയരുന്നു. ആ തരത്തിൽ ഇന്നലെ ഈ ആരോപണങ്ങൾ PV അൻവറും സുജിത് ദാസും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ച ഇത് തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ട് പിന്നീട് PV അൻവർ ഡിബേറ്റിൽ ചില പുതിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉന്നയിച്ചതിന് പിന്നാലെ വീണ്ടും ആ വിഷയം സജീവമായി നിൽക്കുന്നു. ഏതായാലും രാത്രിയോടെ തന്നെ ADGP ഇത്തരമൊരു പരാതി നൽകാനുള്ള തീരുമാനം എടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ DGPയുമായി നേരിൽ കാണും. DGPയെ നേരിൽ കണ്ട് പരാതി സമർപ്പിക്കും. അന്വേഷണം ആവശ്യപ്പെടും, നടപടി ആവശ്യപ്പെടും. ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിക്കും ADGP MR അജിത് കുമാർ പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ ലഭിക്കും. ഇന്ന് പോലീസിൽ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഉണ്ടാകും എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ അപ്പോൾ തീരുമാനമാവുന്നു. DGPക്ക് പരാതി നൽകാൻ പോകുന്നു. സുജിത് ദാസിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്നു. നിർണായകമായ നീക്കങ്ങളാണ് ആഭ്യന്തര വകുപ്പിലെ വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ SP നമ്മുടെ PV അൻവർ MLAയുമായി പങ്കുവച്ചിരിക്കുന്നത്. ചട്ടവിരുദ്ധമായി അദ്ദേഹം രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തര വകുപ്പിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു. ADGP അജിത് കുമാർ ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ആരോപണം പത്തനംതിട്ട SP ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിരിക്കുന്നു എന്നത് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും.